أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ജലസയ്ക്ക് മുന്നോടിയായി ഫതഹ് മക്ക വിജയ സംഭവങ്ങൾ വിവരിച്ചു വരികയായിരുന്നു. ഇസ്ലാമിൻ്റെ ചില ആദ്യകാല കൊടും വൈരികൾ, കടുത്ത ശത്രുക്കൾ ഇസ്ലാം മതം സ്വീകരിച്ചതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കുകയുണ്ടായി. അതിൽ ഇനിയും ചിലരെക്കുറിച്ചുള്ള വിവരണങ്ങൾ ബാക്കിയുണ്ട്. അതിലൊന്ന് വഹ്ഷി ബിൻ ഹർബ് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഉഹദ് യുദ്ധത്തിൽ ഹദ്രത്ത് ഹംസയെ രക്തസാക്ഷിയാക്കിയത് ഇയാളായിരുന്നു. മക്ക വിജയത്തിന് ശേഷം ഇയാൾ തായിഫിലേക്ക് ഓടിപ്പോയിരുന്നു. തായിഫിലെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഇയാളും വന്ന് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ബുഖാരിയിലെ ഒരു നിവേദനത്തിൽ വഹ്ഷിയുടെ ഇസ്ലാം സ്വീകരണത്തെക്കുറിച്ച് അയാൾ സ്വയം തന്നെ ഇപ്രകാരം വിവരിക്കുന്നു. പറയുന്നു, ഞാൻ മക്കയിലായിരുന്നു തങ്ങിയിരുന്നത്. അവിടെ ഇസ്ലാം മതം പൂർണ്ണമായും വ്യാപിച്ചപ്പോൾ ഞാൻ തായിഫിലേക്ക് പുറപ്പെട്ടു. ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ദൂതന്മാരെ, സന്ദേശവാഹകന്മാരെ അയക്കുമ്പോൾ എന്നോട് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശവാഹകന്മാരെ എതിർക്കാറില്ല, അവരുമായി ഏറ്റുമുട്ടാറില്ല. അതുകൊണ്ട് ഞാനും അവരോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ട മാത്രയിൽ ചോദിച്ചു, നീയാണോ വഹ്ഷി? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ. വീണ്ടും ചോദിച്ചു, നീയാണോ ഹംസയെ കൊന്നത്? അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, അതെ, താങ്കൾക്ക് ലഭിച്ച വിവരം സത്യം തന്നെ. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാഞ്ഞു, നിനക്ക് നിന്റെ മുഖം എന്നെ കാണിക്കാതിരിക്കാൻ സാധിക്കുമോ? അയാൾ പറയുന്നു, ഇത് കേട്ട് ഞാൻ അവിടെ നിന്ന് പോയി. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം എനിക്ക് നിന്റെ മുഖം കാണേണ്ട എന്നതായിരുന്നു. വീണ്ടും ആ ചിന്തകൾ അലട്ടാതിരിക്കാൻ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ ഫിത്നയുണ്ടായി, കലാപമുണ്ടായി. ഞാൻ മുസ്ലിങ്ങളോട് പറഞ്ഞു, ഞാൻ മുസൈലിമയുടെ അടുത്തേക്ക് പോയി അയാളെ കൊന്ന് അങ്ങനെ ഹംസയുടെ കൊലപാതകത്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നതായിരിക്കും. അയാൾ പറഞ്ഞു, ഞാനും ആളുകളോടൊപ്പം പുറപ്പെട്ടു. പിന്നെ അയാൾക്ക് സംഭവിക്കേണ്ടത് തന്നെ വിധിച്ചതുപോലെ തന്നെ നടന്നു. അതായത് അയാൾ വധിക്കപ്പെട്ടു. ഒരു മതിലിൻ്റെ വിടവിൽ ഒരാൾ നിൽക്കുന്നതായി ഞാൻ കണ്ടു. ഒരു ഗോതമ്പ് നിറത്തിലുള്ള ഒട്ടകം നിൽക്കുന്നത് പോലെ തോന്നി. അയാളുടെ തലമുടി ചിതറിക്കിടന്നിരുന്നു. അത് മുസൈലിമ കസ്സാബായിരുന്നു. അവനെ അയാൾ കണ്ടു. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുന്തമെടുത്ത് അവൻ്റെ നെഞ്ചിൽ കുത്തി. അത് അവൻ്റെ തോളെല്ലുകൾക്കിടയിലൂടെ പുറത്തു വന്നു. അൻസാരികളിൽ ഒരാൾ അവൻ്റെ നേരെ ഓടി അണഞ്ഞ് അവൻ്റെ തലയോട്ടിയിൽ വാളുകൊണ്ട് ആഞ്ഞു വെട്ടി. അങ്ങനെ അവൻ വധിക്കപ്പെട്ടു. ഇതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ്, മറ്റൊരു അടിമ സ്ത്രീയാണ് അമ്ർ ബിൻ ഹാഷിമിൻ്റെ അടിമ സ്ത്രീയായ സാറ. അവൾ ഒരു
പാട്ടുകാരിയായിരുന്നു. മക്ക വിജയത്തിന് മുമ്പ് അവൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് വല്ലതും തരണമെന്ന് ആവശ്യപ്പെടുകയും ദാരിദ്ര്യത്തെക്കുറിച്ച് പരിഭവപ്പെടുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ പാട്ടും കൂത്തും എന്തായി? പാട്ട് പാടാറുണ്ടായിരുന്നു, പാടി പണം സമ്പാദിക്കാറുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ബദർ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങളുടെ നേതാക്കൾ കൊല്ലപ്പെട്ടതു മുതൽ അവർ പാട്ടുകൾ കേൾക്കുന്നത് നിർത്തിയിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് ധാന്യം നിറച്ച ഒരു ഒട്ടകം സമ്മാനിച്ചു. അതിനുശേഷം അവൾ ഖുറൈശികളുടെ അടുത്തേക്ക് പോയി. ഇബ്നു ഖത്തൽ എന്നയാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വീണ്ടും പരിഹാസ കവിതകൾ അവളെ കൊണ്ട് ചൊല്ലിപ്പിക്കുമായിരുന്നു. അവൾക്ക് സമ്മാനം ലഭിച്ചിട്ടും തൻ്റെ ചെയ്തികൾ അവൾ നിർത്തിയില്ല. ഈ പരിഹാസ കവിതകൾ അവൾ പാടിക്കൊണ്ടിരുന്നു. ഹദരത്ത് ഹാത്തിബിൻ്റെ കത്ത് കണ്ടെടുക്കപ്പെട്ടതും ഇവളുടെ പക്കൽ നിന്നാണ്. അവൾ ഇസ്ലാം മതം പിന്നീട് ആശ്ലേഷിച്ചു. ഹസ്രത്ത് ഉമറിൻ്റെ ഖിലാഫത്ത് കാലം വരെ ജീവിക്കുകയും ചെയ്തു. അതുപോലെ ഇബ്നു ഖത്തലിൻ്റെ അടിമയായ ഫർത്തനിയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആക്ഷേപ കവിതകൾ പാടുമായിരുന്നു. അവളും പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. പിന്നീട് ഹദ്രത്ത് ഹാരിസ് ബിൻ ഹിഷാമിൻ്റെ ഇസ്ലാം മത സ്വീകരണത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിലെ ജനപ്രിയനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. അബൂ ജഹലിൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സഹോദരനുമായിരുന്നു. ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദിൻ്റെ സഹോദരി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. മക്ക വിജയവേളയിൽ ഹാരിസും അബ്ദുള്ള ബിൻ അബി റബീഅയും ഹദ്രത്ത് ഉമ്മ ഹാനിയുടെ വീട്ടിൽ അഭയം തേടി. കാരണം ഹദ്രത്ത് അലി റളിയല്ലാഹു അൻഹു അവരെ കൊല്ലാനായി പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. ഹദ്രത്ത് ഉമ്മു ഹാനി അവരെ വീട്ടിൽ ഒളിപ്പിച്ച ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായിക്കൊണ്ട് താൻ അവർക്ക് അഭയം നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഉമ്മു ഹാനിയോട് പറഞ്ഞു, നീ അഭയം നൽകിയവർക്ക് നാമും അഭയം നൽകിയതുപോലെയാണ്. ഹാരിസ് ബിൻ ഹിഷാം വിവരിക്കുന്നു, ഞങ്ങൾ 2 ദിവസം ആ വീട്ടിൽ തങ്ങി. അതിനുശേഷം ഞങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. ഞങ്ങൾ മുറ്റത്തിരുന്നാലും ആരും ഞങ്ങളെ എതിർത്തിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഹദരത്ത് ഉമറിനെ വല്ലാത്ത ഭയമായിരുന്നു. അദ്ദേഹം പറയുന്നു, അള്ളാഹു ആണ്, ഒരു ദിവസം ഞാൻ പുതപ്പ് മാടി പുതച്ചുകൊണ്ട് എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതാ ഹദ്രത്ത് ഉമറും ഏതാനും മുസ്ലിങ്ങളും അവിടേക്ക് വരുന്നു. അവർ സലാം പറഞ്ഞ് മുന്നോട്ട് പോയി. ഹാരിസ് പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണുന്നത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ലജ്ജ തോന്നുമായിരുന്നു. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് എന്നെ എല്ലായിടങ്ങളിലും മുശ്രിക്കീങ്ങളുടെ കൂടെയാണ് കണ്ടിട്ടുള്ളത്. പിന്നീട് എനിക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്മയെയും കാരുണ്യത്തെയും ദയയും അതുപോലെ തന്നെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനെയും കുറിച്ച് ഓർമ്മ വന്നു. ഞാൻ നബിയെ കാണാൻ പോയി. അപ്പോൾ ആ മഹാത്മാവ് മസ്ജിദ് ഹറമിൽ പ്രവേശിക്കുകയായിരുന്നു. തിരുനബി എന്നെ നോക്കി മന്ദഹസിച്ചു. ഞാൻ സലാം പറഞ്ഞു, ഷഹാദത്ത് കലിമയും ഏറ്റുചൊല്ലി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു, അവൻ നിനക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. ഹാരിസിനെ പോലുള്ള ഒരാൾക്ക് എങ്ങനെ ഇസ്ലാമിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കും എന്നും പറഞ്ഞു. ഹാരിസ് പറഞ്ഞു, അള്ളാഹു ആണ്, ഇസ്ലാമിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതേപോലെ സുഹൈൽ ബിൻ അംർ ഇസ്ലാം സ്വീകരിച്ചതിനെക്കുറിച്ചും വിവരണം വന്നിട്ടുണ്ട്. ഇദ്ദേഹവും മക്കയിലെ ഒരു പ്രമാണിയായിരുന്നു. ഹുദൈബിയ സന്ധിക്ക് ഖുറൈശികളുടെ പ്രതിനിധിയായി വന്നതും ഇദ്ദേഹമായിരുന്നു. സുഹൈൽ ബിൻ അംർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വിജയശ്രീ ലാളിതനായി പ്രവേശിച്ചപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കയറി വാതിലടച്ചിരുന്നു. ഞാൻ എൻ്റെ മകനായ ഹദ്രത്ത് അബ്ദുള്ളയെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തേക്ക് അയച്ച് എനിക്ക് അഭയം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ കൊല്ലപ്പെട്ടു പോയേക്കാം എന്ന് ഭയപ്പെട്ടിരുന്നു. ഹദ്രത്ത് അബ്ദുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായിക്കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പിതാവ് താങ്കളോട് അഭയം ആഗ്രഹിക്കുന്നു. മക്കയിലെ എല്ലാവർക്കും പൊതുമാപ്പും അഭയവും ലഭിച്ചതായിരുന്നു. പക്ഷേ ഈ അവിശ്വാസികളുടെ നേതാക്കന്മാർക്ക് അയിമത്തുൽ കുഫ്രിന് തങ്ങൾ കൊടിയ ശത്രുത വെച്ചു പുലർത്തിയ കാരണത്താൽ തങ്ങൾക്ക് പൊതുമാപ്പ് ലഭിക്കുമെന്ന് പ്രതീക്ഷയോ അങ്ങനെ വിശ്വാസമോ ഉണ്ടായിരുന്നില്ല. തങ്ങൾക്കെതിരെ എപ്പോൾ വേണമെങ്കിലും
പ്രതികാര നടപടി ഉണ്ടാക്കാമെന്ന് അവർക്ക് അവരുടെ അറിവില്ലായ്മ കാരണം ഒരു ഉൾഭയവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മകനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, അവൻ, നിന്റെ പിതാവ് അള്ളാഹുവിൻ്റെ അഭയത്തിൽ സുരക്ഷിതനാണ്, അവൻ ഇനി മുന്നോട്ട് വരാം. അതായത് അവന് പുറത്ത് സ്വതന്ത്രമായി കറങ്ങാനുള്ള അനുവാദമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചുറ്റും ഇരിക്കുന്ന സ്വഹാബികളോട് പറഞ്ഞു, സുഹൈലിനെ കാണുന്നവർ ആരും തന്നെ അവനെ രൂക്ഷമായി നോക്കരുത്. സുഹൈലിനെ പോലുള്ള ഒരു ബുദ്ധിമാനും മാന്യനുമായ ഒരാൾക്ക് ഇസ്ലാമിൽ നിന്ന് അധികകാലം അകന്നു നിൽക്കാൻ സാധിക്കില്ല. അവൻ ഉൾക്കൊണ്ടിരുന്ന കാര്യം അവന് ഉപകാരപ്രദമല്ലെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് കുഫറിൻ്റെ, അവിശ്വാസത്തിൻ്റെ അവസ്ഥ. ഹദരത്ത് അബ്ദുള്ള തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അറിയിച്ചു. അപ്പോൾ സുഹൈൽ പറഞ്ഞു, അള്ളാഹു ആണ്, നബി തങ്ങൾ ചെറുപ്പത്തിലും നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു, ഈ പ്രായത്തിലും നന്മ ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. അതിനുശേഷം ഹദരത്ത് സുഹൈൽ നിർഭയം പുറത്തിറങ്ങി നടക്കുമായിരുന്നു, സഞ്ചരിക്കുമായിരുന്നു. ഹുനൈൻ യുദ്ധത്തിൽ അദ്ദേഹം മുശ്രിക്കായിരിക്കെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ അന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ഹുനൈൻ യുദ്ധത്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ ജറാന എന്ന സ്ഥലത്ത് വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. അത് മക്കയിൽ നിന്നും 27 കിലോമീറ്റർ അകലെ തായിഫിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിണറായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹത്തിൽ അത്ഭുതകരമായ ആത്മീയ പരിവർത്തനം സംജാതമായി. മക്കയിലെ ഖുറൈശി നേതാക്കളിൽ ഇസ്ലാം സ്വീകരിച്ചവരിൽ വെച്ച് നമസ്കാരം, നോമ്പ്, സദക്ക തുടങ്ങിയവയിൽ ഏറ്റവും കൃത്യനിഷ്ഠ വ്യക്തി, അതുപോലെ മുമ്പന്തിൽ നിൽക്കുന്ന വ്യക്തി സുഹൈലായിരുന്നു എന്നും രേഖപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ കൂടുതലായി വിലപിക്കുകയും കരയും, ഖുർആൻ ഓതുമ്പോൾ മിക്കപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഹജ്ജത്തുൽ വിദായിൽ സുഹൈൽ ബിൻ അംറിനെ കാണുകയുണ്ടായി. അദ്ദേഹം ബലി അർപ്പിക്കുന്ന ബലിപീഠത്ത് നിൽക്കുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബലിമൃഗത്തെ അവിടുത്തെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് അതിനെ അറുത്തു. പിന്നീട് ക്ഷുരകനെ വിളിച്ചു വരുത്തി തൻ്റെ തലമുണ്ഡനം നടത്തി. ഹദരത്ത് സുഹൈൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വെട്ടിയപ്പോൾ ആ മുടികൾ എടുത്ത് തൻ്റെ കണ്ണുകളോട് ചേർത്ത് വെക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നു, അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇതേ സുഹൈൽ തന്നെയായിരുന്നു ഹുദൈബിയ സന്ധി സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതുന്നത് വിലക്കിയിരുന്നത്. കൂടാതെ മുഹമ്മദ് എന്ന പേരിനോടൊപ്പം റസൂലുള്ള എന്ന് എഴുതി ചേർക്കുന്നതിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. റസൂലുള്ള എന്ന വാക്ക് മായ്ച്ചതിന് ശേഷമാണ് അദ്ദേഹം കരാർ എഴുതാൻ തുടങ്ങിയത് തന്നെ. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അള്ളാഹുവിന് അവൻ സുഹൈലിനെ ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകിയതിൽ സ്തുതിപാഠകങ്ങൾ ചൊല്ലി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഹിദായത്തിന് ശേഷം അദ്ദേഹം വിശ്വസ്തതയിലും കൂറിലും വളരെ മുൻപന്തിയിലാകുകയും ചെയ്തു. സുഹൈൽ ബിൻ അംറിൻ്റെ മറ്റൊരു സംഭവം കൂടി വിവരിക്കപ്പെടുന്നുണ്ട്. പറയുന്നു, സുഹൈൽ ഖുറൈശികളുടെ പ്രമുഖ പ്രസംഗകനായിരുന്നു, ഖത്തീബായിരുന്നു. ബദർ യുദ്ധത്തിൽ അവിശ്വാസിയായിരുന്നപ്പോൾ മുസ്ലിങ്ങളുടെ തടവുകാരനായി പിടിക്കപ്പെട്ടു. അദ്ദേഹം തൻ്റെ ചുണ്ടുകളിൽ അടയാളം ഉണ്ടാക്കിയിരുന്നു. ഈ സമയത്ത് ഹദരത്ത് ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാളുടെ മുൻനിരയിലുള്ള 2 പല്ലുകൾ എടുത്ത് കളയുക, അവിടെയാണ് ഇയാൾ അടയാളം വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ താങ്കൾക്കെതിരെ പ്രസംഗിക്കാൻ നിൽക്കാൻ സാധിക്കുന്നതല്ല. പല്ലുകൾ ഇല്ലാതിരുന്നാൽ പിന്നെ ഇയാൾക്ക് വ്യക്തമായി സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലേ ഉമർ, അയാളെ വെറുതെ വിട്ടേക്ക്. ഒരുപക്ഷേ അദ്ദേഹം നിങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു പദവിയിലെത്തുന്ന സമയം വന്നേക്കാം. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ശിക്ഷ നൽകാൻ ആഗ്രഹിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, ഒന്നും തന്നെ ചെയ്യരുത്. ഒരു സമയം വരും, അന്ന് അദ്ദേഹം ഒരിടത്തു നിന്ന് പ്രസംഗിക്കുകയും നിങ്ങൾ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നതാണ്.
അദ്ദേഹം പറയുന്നു, ആ സമയം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വേളയിലാണ് വന്നത്. മക്കയിലെ ആളുകൾ ആശയക്കുഴപ്പത്തിലായി, ചഞ്ചലചിത്തരായി. ഖുറൈശികൾ മക്കക്കാരെ മതം ഉപേക്ഷിക്കുന്നതായി കണ്ടപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ ഭരണാധികാരിയായി അമീറായി നിയമിച്ച ഹസരത്ത് അത്താബ് ബിൻ ഉസൈദ് അമവി അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി. ഇത്തരം ഒരു മോശം സാഹചര്യം വന്നപ്പോൾ ഹസരത്ത് സുഹൈൽ ബിൻ അമ്ർ എഴുന്നേറ്റ് പ്രസംഗിച്ചു, അല്ലയോ ഖുറൈശികളെ, നിങ്ങൾ അവസാന ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചവരാണ്. അവസാന ഘട്ടം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ആദ്യമായി മതം ഉപേക്ഷിക്കുന്നവരിൽ ഉൾപ്പെട്ടു പോകരുത്. അള്ളാഹു ആണ് ഈ മതം ചന്ദ്രനും സൂര്യനും ഉദിച്ചത് മുതൽ അസ്തമിക്കുന്നത് വരെ വ്യാപിച്ച് പടരുന്നത് പോലെ വ്യാപിക്കുന്നതാണ്. ഈ പ്രസംഗം മക്കയിലെ ആളുകളുടെ ഹൃദയങ്ങളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. ഒരു സുദീർഘ ഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. അവർ അങ്ങനെ മതപരിത്യാഗം ഉപേക്ഷിച്ചു. ചോടിപ്പോയ ഹദരത്ത് അത്താബ് ബിൻ ഉസൈദിനെയും തിരിച്ചു വിളിച്ചു. അങ്ങനെ ഖുറൈശികൾ ഇസ്ലാമിൽ സ്ഥിരചിത്തത വച്ചു പുലർത്തി, ഉറച്ചു നിൽക്കുകയുണ്ടായി. പിന്നീട് ഹദരത്ത് ഉത്തുബയുടെയും മുഅത്തബിൻ്റെയും ഇസ്ലാം മതസ്വീകരണത്തെക്കുറിച്ച് രേഖപ്പെട്ടിട്ടുണ്ട്. ഹദരത്ത് അബ്ബാസിൽ നിന്ന് നിവേദനം, മക്ക വിജയ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നപ്പോൾ അദ്ദേഹം മക്കയിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, താങ്കളുടെ പ്രതി സഹോദരൻ്റെ മകനായ അബൂ ലഹബിൻ്റെ മക്കൾ ഉത്തുബയും മുഅത്തബയും എവിടെ? കാണുന്നില്ലല്ലോ, എനിക്ക് അവരെ കാണാൻ കഴിയുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. ഹസരത്ത് അബ്ബാസ് പറഞ്ഞു, മറ്റെല്ലാ സത്യനിഷേധികളെയും പോലെ അവർ മാറി നിൽക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഹസരത്ത് അബ്ബാസ് ഒരു ഒട്ടകപ്പുറത്ത് കയറി അറഫാത്തിനടുത്തുള്ള അർണ എന്ന താഴ്വരയിലേക്ക് പോയി അവരെയും കൂട്ടി വന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇസ്ലാമിലേക്ക് ദാവത്ത് നടത്തി ക്ഷണിച്ചു. അവർ ഇസ്ലാം സ്വീകരിക്കുകയും ബയ്യത്ത് ചെയ്യുകയും അനുസരണ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് അവരുടെ കൈകൾ പിടിച്ച് മുൽത്തസിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹജറുൽ അസ്വദിനും കാബയുടെ വാതിലിനും ഇടയിലുള്ള ഈ സ്ഥലം പ്രത്യേകിച്ച് ദുആകൾ സ്വീകരിക്കപ്പെടുന്ന സ്ഥലമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുറച്ചു നേരം ദുആ ചെയ്തു. പിന്നീട് മടങ്ങിപ്പോയി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സന്തോഷം കാണാമായിരുന്നു. ഹദരത്ത് അബ്ബാസ് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അങ്ങയെ സദാ സന്തോഷവാനാകട്ടെ. അങ്ങയുടെ മുഖത്ത് ഞാൻ സന്തോഷത്തിൻ്റെ അടയാളം കാണുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ 2 പിതൃ സഹോദരന്മാരുടെ മക്കളെ ഞാൻ എൻ്റെ നാഥനോട് ചോദിച്ചിരുന്നു. അള്ളാഹു എനിക്ക് അപ്രകാരം ഇവരെ പ്രദാനം ചെയ്തു. പിന്നീട് സഫ്വാൻ ബിൻ ഉമയ്യയുടെ ഇസ്ലാം മതസ്വീകരണത്തെക്കുറിച്ചുള്ള വിവരണമാണ്. സഫ്വാൻ ബിൻ ഉമയ്യ മക്കയിലെ നേതാവായിരുന്നു. ഉമയ്യ ബിൻ ഖൽഫിൻ്റെ മകനായിരുന്നു. ജാഹിലിയ കാലത്ത്, ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് ഖുറൈശികളിലെ പ്രമുഖരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഖുറൈശികളുടെ ഇടയിലെ വലിയ വാഗ്മിയുമായിരുന്നു. ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയുമായിരുന്നു. മക്കയിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തവരിൽ ഒരാളായിരുന്നു. ബദർ യുദ്ധത്തിന് ശേഷം ഇയാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഗൂഢാലോചന നടത്തുകയും ഉമൈർ ബിൻ വഹബിനെ ഇതിനായി തയ്യാറാക്കുകയും ചെയ്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇയാളുടെ പേര് ഉണ്ടായിരുന്നില്ലെങ്കിലും ഇയാൾ സ്വയം തന്നെ കൊല്ലപ്പെടുമെന്ന് ഭയന്ന് മക്കയിൽ നിന്ന് ഓടിപ്പോയതായിരുന്നു. ഇയാൾ ചെങ്കടലിലേക്ക്, റെഡ് സീയിലേക്ക്, അതായത് ജദ്ദയിലേക്ക് ഓടിപ്പോയി. ഇയാളുടെ സുഹൃത്തായിരുന്ന ഉമൈർ ബിൻ വഹബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ഇയാളെ മദീനയിലേക്ക് അയച്ചതും ഇതേ ഉമർ ആയിരുന്നു. ആ സമയത്ത് സഫ്വാൻ പറഞ്ഞിരുന്നത്, നീ അദ്ദേഹത്തെ കൊന്നാൽ നിന്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും ചെലവും ഞാൻ ഏറ്റെടുക്കുമെന്നാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചാൽ. പക്ഷേ ഉമൈർ മദീനയിലെത്തിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെ എല്ലാ പദ്ധതികളും അള്ളാഹു അറിയിച്ചു കൊടുത്തു. ഈ മോചിതത്ത് കണ്ട്, അത്ഭുതം കണ്ട് ഉമൈർ തൽക്ഷണം ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ മക്ക വിജയ സമയത്ത് ഉമൈറിന് തൻ്റെ സുഹൃത്തായ സഫ്വാൻ ഇസ്ലാം സ്വീകരിക്കണമെന്ന് കൊടിയ ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി ചിന്താധീനനായി. ഹദരത്ത് ഉമൈർ ബിൻ വഹബ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സഫ്വാൻ എൻ്റെ ഗോത്രത്തിൻ്റെ നേതാവാണ്. താങ്കളെ ഭയന്ന് അവൻ പലായനം ചെയ്തു പോയി. താങ്കൾ അവന് അഭയം നൽകണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അവന് അഭയമുണ്ട്. അപ്പോൾ ഉമൈർ ആവശ്യപ്പെട്ടു, അവന് അഭയം ലഭിച്ചതിൻ്റെ ഏതെങ്കിലും ഒരു അടയാളം എനിക്ക് നൽകിയാലും. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്ന തൻ്റെ തലപ്പാവ് ഊരി അവന് നൽകി. ഹദരത്ത് ഉമൈർ ഈ യാത്ര തുടങ്ങി കപ്പൽ കയറാൻ പോവുകയായിരുന്ന സഫ്വാനെ പിന്തുടർന്നു പോയി. ഹദരത്ത് ഉമൈർ അവനോട് പറഞ്ഞു, എല്ലാ ജനങ്ങളെക്കാളും വലിയ ശുദ്ധനും ബന്ധങ്ങൾ നിലനിർത്തുന്നവനുമായ ഒരാളുടെ അടുത്ത് നിന്നാണ് ഞാൻ വന്നത്. സത്യം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, സ്വയം താങ്കൾ നാശത്തിൽ ആപതിക്കരുത്. ഞാൻ താങ്കൾക്ക് വേണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭയം കൊണ്ടുവന്നിരിക്കുന്നു. സഫ്വാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നു, പരിചയമുള്ള എന്തെങ്കിലും തിരുനബിയുടെ ഒരു അടയാളം കാണിക്കാതെ ഞാൻ താങ്കളോടൊപ്പം വരുന്നതല്ല. അപ്പോൾ ഉമൈർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലപ്പാവ് അവനെ കാണിച്ചു. സഫ്വാൻ ഹദരത്ത് ഉമൈറിനൊപ്പം മടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോടൊപ്പം അവിടെ അസർ നമസ്കരിക്കുകയായിരുന്നു. പള്ളിയിൽ മസ്ജിദിൽ അസർ നമസ്കരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയപ്പോൾ സഫ്വാൻ ഉറക്കി പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമൈർ എൻ്റെ അടുത്ത് താങ്കളുടെ വസ്ത്രം കൊണ്ടുവന്നിട്ട് താങ്കൾ എനിക്ക് അഭയം നൽകി എന്ന് പറഞ്ഞിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തികച്ചും ശരിയാണ്. സഫ്വാൻ പറഞ്ഞു, എനിക്ക് 2 മാസത്തെ കാലാവധി തരണം. എനിക്ക് ഇപ്പോൾ സമയം ഇസ്ലാം സ്വീകരിക്കാൻ കഴിയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 മാസത്തെ സമയം അനുവദിച്ചിരിക്കുന്നു. താങ്കൾ ഇസ്ലാം സ്വീകരിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സഫ്വാൻ ഒരു അവിശ്വാസിയായി തന്നെ മക്കയിൽ താമസിക്കാൻ തുടങ്ങി. പിന്നീട് ഹവാസിലേക്ക് പോയതിന് ശേഷം തിരുനബി ഹവാസിൽ പോയതിനു ശേഷം ഹുനൈൻ തായിഫ് യുദ്ധങ്ങൾക്ക് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം മുതൽ വിതരണം ചെയ്തു. സഫ്വാൻ അവിടെ ഒരു താഴ്വരയിലേക്ക് നോക്കി നിൽക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആ താഴ്വാര ആടുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. സഫ്വാൻ അതിലേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുകയായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഫ്വാൻ താഴ്വരയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ താഴ്വര താങ്കളെ അത്ഭുതപ്പെടുത്തിയോ? ഇത്രയും സമ്പത്ത് ഇവിടെ കുന്നുകൂടിയിട്ടുണ്ട് എന്ന് കണ്ട്. സഫ്വാൻ പറഞ്ഞു, തീർച്ചയായും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ താഴ്വരയും അതിലുള്ളതെല്ലാം തന്നെ താങ്കളുടേതാണ്, ഇതെല്ലാം എടുത്തു പോയിക്കൊള്ളുക. സഫ്വാൻ ആ മുഴുവൻ സമ്പത്തും സ്വന്തമാക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു പ്രവാചകൻ്റെ മനസ്സ് നൽകുന്ന ഉദാരത അല്ലെങ്കിൽ നബിയുടെ ഉദാര മനസ്കതയ്ക്ക് സമാനമായി ഔദാര്യം കാണിക്കാൻ മറ്റാർക്കും കഴിയില്ല. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു അല്ലാതെ വേറൊരു ആരാധനമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കേണ്ടായി. സഫ്വാൻ ഹിജ്റ 42 ഹസരത്ത് മുആവിയയുടെ ഭരണകാലത്ത് മക്കയിൽ വെച്ച് മരണപ്പെട്ടു. ചിലർ പറയുന്നത് ഹസരത്ത് ഉസ്മാൻ്റെ കലാപകലുഷിതമായ രക്തസാക്ഷിത്വ സമയത്ത് അദ്ദേഹം ഷഹീദായി എന്നാണ്. മക്ക വിജയ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച ഈ മക്കയിലെ നേതാക്കന്മാരിൽ ഭൂരിഭാഗം ആളുകളും പിന്നീട് തങ്ങളുടെ ജീവിതത്തിൽ വലിയ ആത്മീയ പരിവർത്തനം വരുത്തുകയുണ്ടായി. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇക്കാര്യം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഒരു തവണ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലത്ത് മക്കയിൽ വന്നപ്പോൾ പ്രമുഖ കുടുംബങ്ങളിൽ നിന്നുള്ള വലിയ നേതാക്കന്മാർ അദ്ദേഹത്തെ കാണാൻ വന്നു. ഹദരത്ത് ഉമർ തങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നതിനാൽ അദ്ദേഹം ഞങ്ങളെ ആദരിക്കുകയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ബഹുമാനം തിരികെ ലഭിക്കുമെന്നും അവർ ധരിച്ചു. അവർ വന്ന് ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അവരുടെ സംസാരവേളയിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹദരത്ത് ബിലാൽ ആ സദസ്സിലേക്ക് കടന്നു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹദരത്ത് ഖുബ്ബാബും അവിടെ ആഗതനായി. അങ്ങനെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച അടിമകൾ ഓരോരുത്തരായി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നു. ഇവർ ഈ നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ അവരുടെ പൂർവികരുടെയോ അടിമകളായിരുന്നു. ഏതായാലും ആ നേതാക്കന്മാർ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ വന്നവരെല്ലാം അവരുടെ പൂർവികരുടെ അടിമകളായിരുന്നു. അവർ അടിമകളായിരുന്നപ്പോൾ അവരുടെ ശക്തിയുടെ കാലത്ത് ഈ നേതാക്കന്മാർ അവരെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു, കൊടിയ യാതനകൾ ഏൽപ്പിച്ചിരുന്നു. ഹദരത്ത് ഉമർ ഓരോ അടിമയുടെയും വരവിലും അവരെ വളരെയധികം ആദരവോടെ ആനയിച്ചു. അതായത് മുൻകാലത്തെ അടിമകളെ ഇന്നത്തെ ബഹുമാനപ്പെട്ട വ്യക്തികളായി ആദരിച്ചു സ്വീകരിച്ചു. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഓരോ അടിമയുടെയും വരവിൽ അവരെ നേതാക്കന്മാരെ പോലെ സ്വീകരിക്കും.
നേതാക്കന്മാരോട് അല്പം പിന്നോട്ട് മാറാൻ പറയുകയും ചെയ്തു. നേതാക്കന്മാർ സദസ്സിൽ മുൻനിരയിലായിരുന്നു ഇരുന്നത്. ഈ ആദ്യകാല മുസ്ലിങ്ങൾ വരുന്ന മുറയ്ക്ക് ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു മക്കയിൽ അവിടെയുണ്ടായ പ്രമുഖന്മാരോട് അല്പം പിന്നോട്ട് മാറിയിരിക്കാൻ കൽപ്പിച്ചിരുന്നു. അവസാനം ഹദരത്ത് ഉമറിനെ കാണാൻ വന്ന മക്കയിലെ യുവപ്രമുഖർക്ക് പോയി പടിവാതിൽക്കൽ വരെ പിന്നോട്ട് പോകേണ്ടി വന്നു. കാരണം അന്ന് വലിയ വലിയ ഹാളുകൾ ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ മുറിയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും അതിൽ കൊള്ളുമായിരുന്നില്ല. അതുകൊണ്ട് പിറകോട്ട് അടിച്ചടിച്ച് ഒടുവിൽ ഈ പ്രമുഖർക്ക് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഇരിക്കേണ്ടി വന്നു. മുസ്ലിം അടിമകൾ ഓരോരുത്തരെ വരികയും അവരെ മുമ്പിലിരുത്താനായി തങ്ങൾക്ക് പിറകിലിരിക്കാൻ കൽപ്പന ലഭിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ ആ പ്രമുഖരുടെ ഹൃദയം നൊന്തുപോകുകയുണ്ടായി. ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു എഴുതുന്നു, അള്ളാഹു പൂർവ്വകാലത്ത് സത്യനിഷേധികളുടെ അടിമകളായിരുന്ന അത്തരത്തിലെ പല മുസ്ലിങ്ങളെയും ആ സദസ്സിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. അതിനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കി. ഒറ്റയടിക്ക് ആ പ്രമുഖർക്ക് പിന്നോട്ട് നീങ്ങിയിരിക്കേണ്ടി വന്നാൽ അവർക്കത് വലിയ ബുദ്ധിമുട്ടായി തോന്നുമായിരുന്നില്ല. എന്നാൽ അവർക്ക് പലവട്ടമായി പിന്നോട്ട് നീങ്ങേണ്ടി വന്നു. ഇത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പരസ്പരം പരാതിപ്പെടുകയുണ്ടായി. നോക്കൂ, ഇന്ന് നമുക്ക് എത്ര വലിയ അപമാന ഭാരമാണ് പേറേണ്ടി വന്നിരുന്നത്. ഓരോ അടിമയുടെ വരവിലും പിന്നോട്ട് മാറി ഒടുവിൽ നമുക്ക് ചെരുപ്പിൻ്റെ സ്ഥാനത്താണ് സ്ഥാനം കിട്ടിയത്. ഇത് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇതിൽ തെറ്റാരുടേതാണ്? ഹദരത്ത് ഉമറിൻ്റെതാണോ അതോ നമ്മുടെ പിതാക്കന്മാരുടേതാണോ? നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും, ഇതിൽ ഹദരത്ത് ഉമറിൻ്റെ യാതൊരു തെറ്റുമില്ല. ഇത് നമ്മുടെ പിതാക്കന്മാരുടെ തെറ്റിൻ്റെ ഫലമാണ്. അതിൻ്റെ ശിക്ഷയാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. കാരണം അള്ളാഹു അവൻ്റെ റസൂലിനെ നിയോഗിച്ചയച്ചപ്പോൾ നമ്മുടെ പിതാക്കന്മാർ അദ്ദേഹത്തെ എതിർത്തു. എന്നാൽ ഈ അടിമകൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും എല്ലാ ബുദ്ധിമുട്ടുകളും സന്തോഷത്തോടെ സഹിക്കുകയും ചെയ്തു. അതിനാൽ ഇന്ന് നമ്മൾ ഈ സദസ്സിൽ അപമാനിതരായതിൽ ഹദരത്ത് ഉമറിന് യാതൊരു പങ്കുമില്ല. തെറ്റ് നമ്മുടേതാണ്. അവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, ഇത് നമ്മുടെ പിതാക്കന്മാരുടെ തെറ്റിൻ്റെ ഫലമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ ഈ അപമാനം ഇല്ലാതാക്കാൻ വല്ല പോംവഴിയുമുണ്ടോ? എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ? അവർ പരസ്പരം കൂടിയാലോചിച്ചു. എന്നാൽ അവരുടെ മുമ്പിൽ ഒരു വഴിയും തെളിഞ്ഞില്ല. അതിനാൽ അവർ ഹദരത്ത് ഉമറിനോട് തന്നെ ചോദിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമക്ഷത്തിലെത്തി ചോദിച്ചു, ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചതെല്ലാം താങ്കൾക്ക് നന്നായി അറിയാം, അതുപോലെ ഞങ്ങൾക്കും നന്നായി അറിയാം അതിൻ്റെ കാര്യകാരണങ്ങൾ. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക, ഞാൻ നിർബന്ധിതനായിരുന്നു. കാരണം ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ആദരണീയ വ്യക്തിത്വങ്ങളായ ആളുകളായിരുന്നു. അവർ ഒരുപക്ഷെ നിങ്ങളുടെ അടിമകളായിരുന്നിരിക്കാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അവർ വളരെയധികം ബഹുമാനിതരായിരുന്നു. അതിനാൽ അവരെ ബഹുമാനിക്കേണ്ടത് എൻ്റെയും കടമയായിരുന്നു. അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ തന്നെ തെറ്റാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഈ അപമാനം നീക്കാനുള്ള വല്ല വഴിയുമുണ്ടോ? ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന് നമുക്ക് മക്കയിലെ ഈ പ്രമുഖരുടെ സ്വാധീനം എത്രമാത്രം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, ഊഹിക്കാൻ പോലും പ്രയാസമാണ്. ഹദരത്ത് ഉമറിന് അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. കാരണം ഹദരത്ത് ഉമർ മക്കയിൽ തന്നെ ജനിച്ച് വളർന്ന വ്യക്തിയായിരുന്നു. ആ യുവാക്കളുടെ പിതാക്കന്മാരും പിതാമഹന്മാരും എത്രമാത്രം ആദരണീയരായിരുന്നു എന്നും അവരുടെ മുമ്പിൽ കണ്ണുയർത്തി നോക്കാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ലെന്നും അവർക്ക് അത്ര വലിയ സ്ഥാനമാഹാത്മ്യങ്ങളും പ്രതാപവും ശക്തിയുമായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഹദരത്ത് ഉമറിന് നന്നായി അറിയാമായിരുന്നു. അവർ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഹദരത്ത് ഉമറിന് ആ സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നു. ഓരോന്നായി സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഗദ്ഗദഖണ്ഡനായി. ഈ സമയത്ത് കാരണത്താൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം കൈ ഉയർത്തി വടക്കോട്ട് വിരൽ ചൂണ്ടി. അതായത് വടക്കു ഭാഗത്തുള്ള സിറിയയിൽ ചില ഇസ്ലാമിക യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ പങ്കെടുത്താൽ ഒരുപക്ഷെ നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും എന്ന് അദ്ദേഹം സൂചന നൽകി. അങ്ങനെ അവർ ഉടൻ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ യുദ്ധത്തിൽ ചേരാനായി പുറപ്പെട്ടു. ചരിത്രം പറയുന്നു, ആ പ്രമുഖരിൽ ഒരാൾ പോലും ജീവനോടെ മടങ്ങി വരികയുണ്ടായില്ല. എല്ലാവരും അവിടെ ചെന്ന്
ഈ രക്തസാക്ഷികളായി. അങ്ങനെ അവർ തങ്ങളുടെ കുടുംബങ്ങളുടെ മേലുണ്ടായിരുന്ന കളങ്കം നീക്കുകയുണ്ടായി. യർമൂക്ക് യുദ്ധത്തിൽ ഈ പ്രമുഖർ അഭിനന്ദനാർഹമായ ധൈര്യവും വിശ്വസ്തതയും കാണിച്ചെന്ന് വിവരിക്കപ്പെടുന്നു. ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, യുദ്ധം അവസാനിച്ചപ്പോൾ മുസ്ലിങ്ങൾ ഇക്രിമയെയും കൂട്ടരെയും അന്വേഷിച്ചുകൊണ്ട് പോയി. അവർ കണ്ടത് 12 പേർ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നതാണ്. അതിൽ ഒരാൾ ഇക്രിമയുമുണ്ടായിരുന്നു. ഒരു മുസ്ലിം സൈനികൻ ഇക്രിമയുടെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് തൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു തോൽ സഞ്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് കുടിക്കാൻ വേണ്ടി നൽകി. അത് കുടിക്കാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇക്രിമ മറുപടി പറഞ്ഞില്ല. ഇക്രിമ തൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. തൊട്ടടുത്ത് ഹദരത്ത് അബ്ബാസിൻ്റെ മകനായ ഫസൽ പരിക്കേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ഇക്രിമ ആ സൈനികനോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ എതിർത്ത സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചവരും അവരുടെ മക്കളും ദാഹിച്ച് മരിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നത് എൻ്റെ അഭിമാനം എന്നെ അനുവദിക്കുന്നില്ല. അങ്ങനെ അവരിൽ ആ സമയത്ത് പരസ്പരം ത്യാഗത്തിൻ്റെ ഒരു പുതിയ വികാരം ഉടലെടുത്തിരുന്നു. അതിനാൽ ആദ്യം ഫസൽ ബിൻ അബ്ബാസിന് വെള്ളം കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തനിക്ക് തന്നാൽ മതിയെന്നും പറഞ്ഞു. ആ സൈനികൻ ഹദരത്ത് ഫസലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം അടുത്തുള്ള പരിക്കേറ്റ വ്യക്തി ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ആദ്യം അയാൾക്ക് വെള്ളം കൊടുക്കുക, അയാൾ എന്നേക്കാൾ കൂടുതൽ അർഹനാണ്. ഇങ്ങനെ രീതിയിൽ അടുത്ത പരിക്കേറ്റ വ്യക്തിയുടെ അടുത്ത് പോയപ്പോൾ ആ വ്യക്തിയും പറഞ്ഞു, എൻ്റെ അടുത്തുള്ള വ്യക്തി കൊടുക്കുക, അദ്ദേഹം കൂടുതൽ അർഹനാണ്. അങ്ങനെ ഏതൊക്കെ ഈ സൈനികൻ്റെ അടുത്ത് പോയോ ആ സൈനികനൊക്കെ തന്നെ തൻ്റെ അടുത്തുള്ള വ്യക്തിയുടെ അടുത്തേക്ക് പോകാൻ, കാരണം ആ വ്യക്തിയാണ് കൂടുതൽ അർഹനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ആരും വെള്ളം കുടിച്ചില്ല. ആ സൈനികൻ അവസാനത്തെ വ്യക്തിയുടെ അടുത്തെത്തിയപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. അങ്ങനെ തിരിച്ച് ഓരോരുത്തരുടെ അടുത്തും ചെന്നപ്പോൾ അവരെല്ലാവരും മരിച്ചിരുന്നു. അവസാനം ഇക്രിമയുടെ അടുത്തെത്തിയപ്പോഴേക്കും ഇക്രിമയും മരണമടഞ്ഞിരുന്നു. ദാവത്തിലുള്ള അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിനും അതുപോലെ വിഗ്രഹങ്ങളെ തച്ചുടക്കുന്നതിനും വേണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ചെറു സംഘങ്ങൾ തയ്യാറാക്കി അയച്ചിരുന്നു. അത് സംബന്ധിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. മക്ക വിജയത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ സ്ഥലങ്ങളിലേക്ക് ചെറു സംഘങ്ങളെ അയക്കുകയുണ്ടായി. അവരുടെ പ്രധാന ലക്ഷ്യം യുദ്ധം ചെയ്യുകയായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതോടൊപ്പം ഏകദൈവ വിശ്വാസത്തിന് തടസ്സമായി നിന്നിരുന്ന ചില സ്ഥലങ്ങളിലെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുക എന്നതും അവരുടെ ലക്ഷ്യമായിരുന്നു. വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്രിമ ഭയം, ഭീതി അവരുടെ മനസ്സിൽ നിലനിന്നിരുന്നു. ഈ ചിന്ത ഏകദൈവ വിശ്വാസം സ്വീകരിക്കുന്നതിൽ വിഘാതമായി നിലകൊണ്ടിരുന്നു. അറബികളിൽ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ 3 വിഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ദേവതകൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അവയുടെ പേരുകൾ ലാത്ത്, മനാത്ത്, ഉസ്സ എന്നിവയായിരുന്നു. ലാത്ത് എന്ന ദേവത തായിഫിലായിരുന്നു. അറബ് ലോകത്ത് ഇതിന് വലിയ സ്ഥാനമാനമുണ്ടായിരുന്നു. ആളുകൾ ഇതിൻ്റെ പേരിൽ ആണയിടുമായിരുന്നു, നിവേദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. അറബികളിൽ വിഗ്രഹാരാധനയുടെ തുടക്കക്കാരനായി കരുതപ്പെടുന്ന അംർ ഇബ്നു ലുഹൈ അള്ളാഹു ശൈത്യകാലത്ത് ത്വായിഫിൽ ലാത്തിൻ്റെ അടുത്തും നൗസുബില്ല വേനൽക്കാലത്ത് ഉസ്സയുടെ അടുത്തും സമയം ചെലവഴിക്കുന്നു എന്ന് ആളുകളുടെ മനസ്സിൽ ഒരു മിഥ്യാധാരണ ഉണ്ടാക്കി. മനാത്ത് അറബികളുടെ ഏറ്റവും പഴക്കമേറിയ വിഗ്രഹമായിരുന്നു. ഇത് മക്കയ്ക്കും മദീനയ്ക്കും ഇടയിൽ ഉള്ള ഒരു കടൽ തീരമായ ഖുദൈദിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. അറബികൾ ഇതിനെ ബഹുമാനിക്കുകയും ഇതിനെ ബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനുവേണ്ടി ബലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഔസ്, ഖസ്റജ് ഗോത്രക്കാർ മനാത്തിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അവർ മനാത്തിൻ്റെ പേരിൽ ഇഹ്റാം ധരിക്കുകയും അതിനെ ബഹുമാനിച്ച് സഫയ്ക്കും മർവയ്ക്കും ഇടയിൽ അതായത് ഓട്ടപ്രദക്ഷിണം ചെയ്യാറുണ്ടായിരുന്നില്ല. ഹജ്ജ് ചെയ്യുമ്പോൾ അവർ തലമുണ്ടനം ചെയ്യാറില്ലായിരുന്നു. മറിച്ച് മടക്കയാത്രയിൽ മനാത്തിൻ്റെ അടുത്ത് ചെന്ന് അവിടെ വെച്ച് തലമുണ്ടനം ചെയ്യുകയും അവിടെ തന്നെ തങ്ങുകയും ചെയ്താൽ മാത്രമേ അവരുടെ ഹജ്ജ് പൂർണ്ണമാകുകയുള്ളൂ എന്ന് അവർ ധരിച്ചിരുന്നു. ഉസ്സ ഖുറൈശികളുടെ ഏറ്റവും വലിയ വിഗ്രഹമായിരുന്നു. ഇത് നഖ്ലയുടെ അടുത്തായിരുന്നു പ്രതിഷ്ഠിച്ചിരുന്നത്. അവർ ഇതിനായി ഒരു ബലിപീഠം ഉണ്ടാക്കിയിരുന്നു. അതിൽ അവർ ബലി അർപ്പിക്കുകയുണ്ടായിരുന്നു. ആളുകൾ കുട്ടികൾക്ക് ഇതിൻ്റെ പേരിടുകയും ഇതിൻ്റെ പേരിൽ ആണയിടുകയും ചെയ്തിരുന്നു.
അറേബ്യയിൽ വിഗ്രഹാരാധനയുടെ പാരമ്പരകനായി കണക്കാക്കപ്പെട്ടിരുന്ന അംർ ബിൻ ലുഹൈ വിഗ്രഹങ്ങളെക്കുറിച്ച് ആളുകളുടെ മനസ്സിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കിയിരുന്നു. അക്കാരണത്താൽ ജനങ്ങൾക്ക് ഈ വിഗ്രഹങ്ങളെ വളരെയധികം ഭയമായിരുന്നു, അതുപോലെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അവരുടെ വിശ്വാസമനുസരിച്ച് അള്ളാഹു ഈ വിഗ്രഹങ്ങളുടെ അടുത്തായിരുന്നു നൗസുബില്ല ഓരോ കാലാവസ്ഥയിലും വ്യത്യസ്ത ഋതുക്കളിൽ സമയം ചെലവഴിച്ചിരുന്നത്. ഈ കാരണത്താൽ ഉസ്സ ദേവതയ്ക്ക് വലിയ സ്ഥാനമുണ്ടായി. കാബയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ നേർച്ചകളും നിവേദ്യങ്ങളും ഉസ്സയുടെ അടുത്തേക്കും അവർ കൊണ്ടുപോകാൻ തുടങ്ങി. ഉഹദ് യുദ്ധത്തിൽ വിജയം നേടിയപ്പോൾ അബൂ സുഫിയാൻ സന്തോഷ പ്രകടനത്തിനായി വീരവാദം മുഴക്കുമ്പോൾ ഉസ്സയുടെ പേരും എടുത്തു പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ന ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, അതായത് ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഒരു ഉസ്സയുമില്ല. സാധാരണയായി അറബികൾ ഈ 3 വിഗ്രഹങ്ങളെയുമായിരുന്നു ബഹുമാനിച്ചാദരിച്ചിരുന്നത്. എന്നാൽ ഉസ്സ ഖുറൈശികൾക്ക് പ്രത്യേകമായിരുന്നു. ലാത്ത് ബനു സഖീഫിനും മനാത്ത് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കും പ്രത്യേകമായിരുന്നു. അറബികളുടെ വിശ്വാസമനുസരിച്ച് ഈ 3 വിഗ്രഹങ്ങളും സ്ത്രീകളായിരുന്നു, അതായത് ദേവതകളായിരുന്നു. ഖുർആൻ ഈ 3 വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നു, അഫറൈതുമുൽ ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തൽ ഉഖ്റ അലക്കുമുസ്സക്രു വലഹുൽ ഉൻസ തിൽക ഇസൻ ഖിസ്മതൻ സീസ ഇൻ ഹിയ ഇല്ല അസ്മാഉൻ സമൈതുമുഹ അൻതും വ ആബാഉക്കും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇൻ യത്തബിഊന ഇല്ല ദ്വന്ന വമാ തഹവൽ അൻഫുസ വലഖദ് ജാഅഹും മിൻ റബ്ബിഹിമുൽ ഹുദ. തർജുമ: എന്നാൽ നിങ്ങൾ ലാത്തിനെയും ഉസ്സയെയും കുറിച്ച് കണ്ടിട്ടുണ്ടോ? ഇവയെ കൂടാതെ മൂന്നാമത്തെ മനാത്തിനെ കുറിച്ചും അറിയുമോ? എന്ത്, നിങ്ങൾക്ക് ആൺസന്താനങ്ങളും അവന് പെൺസന്താനങ്ങളുമെന്നോ? അങ്ങനെയാണെങ്കിൽ അത് ഏറെ ന്യൂനതയുള്ള വിഭജനമാണ്. ഇത് നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും കൊടുത്ത ചില നാമങ്ങൾ മാത്രമാണ്. അള്ളാഹു അവയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രബലമായ തെളിവും ഇറക്കിയിട്ടില്ല. അവ വ്യർത്ഥമാണ്. അവർ ഊഹത്തെയും അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതിനെയും മാത്രമാണ് പിന്തുടരുന്നത്. എന്നാൽ അവരുടെ നാഥൻ്റെ പക്കൽ നിന്ന് തീർച്ചയായും അവരുടെ പക്കൽ സന്മാർഗം വന്നു കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഏതായാലും മക്ക വിജയത്തിന് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഗ്രഹങ്ങളുടെ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ആളുകളുടെ മനസ്സിൽ നിന്ന് അങ്ങനെ അവയെക്കുറിച്ചുള്ള ഭയവും ബഹുമാനവും മിഥ്യാബഹുമാനവും ഇല്ലാതാക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഈ തീരുമാനം വളരെ അനുഗ്രഹീതമായി എന്ന് തെളിയുകയുണ്ടായി. കാരണം ഇവ നശിക്കപ്പെട്ടപ്പോൾ ആളുകളുടെ മനസ്സിൽ നിന്ന് അവയെക്കുറിച്ചുള്ള വ്യാജമായ ഭയവും പ്രതാപവും പോയി. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച ഏകദൈവ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ വിഗ്രഹങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടതെന്നും അതിൻ്റെ പ്രതികരണം എന്തായിരുന്നുവെന്നും തുടക്കത്തിൽ എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ പിന്നീട് ഞാൻ വിവരിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നമസ്കാരാനന്തരം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കാരം നിർവഹിക്കും. അതിലൊന്ന് ജംഷോറ ഹൈദരാബാദിൽ നിന്നുള്ള ചൗധരി അബ്ദുൽ ഗഫൂർ സാഹിബിൻ്റെതാണ്. അദ്ദേഹം ചൗധരി ഗുലാം ഖാദിർ സാഹിബിൻ്റെ മകനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം 92-ാം വയസ്സിൽ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഒരു ഭൂവുടമ കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു. 1900-ത്തിൻ്റെ തുടക്കത്തിൽ ബഗൂഡ കോട്ടിൽ നിന്നും കോട്ട് അഹമ്മദിയിലേക്ക് താമസം മാറി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഖിലാഫത്തിനോടും ജമാഅത്തിനോടുമുള്ള സ്നേഹം കാരണം 1942-ൽ അദ്ദേഹത്തെ ദീനിയും ദുനിയാവുമായിട്ടുള്ള മതപരവും ഭൗതികവുമായുള്ള വിദ്യാഭ്യാസം നേടുന്നതിനായി ഖാദിയാനിലേക്ക് അയച്ചു. അവിടെ ചൗധരി സാഹിബ് പാകിസ്ഥാൻ വിഭജനം, ഇന്ത്യ പാക് വിഭജനം നടത്തുന്നവരെ അവിടെ ഖാദിയാനിൽ വെച്ച് പഠനം നടത്തി. കൂടാതെ അവിടെയുള്ള മഹത്തായ വ്യക്തികളുടെയും സ്വഹാബികളുടെയും സഹവാസം, സുഹബത്ത് അദ്ദേഹത്തിന് ലഭിച്ചു. പാകിസ്ഥാനിലേക്ക് വന്ന ശേഷം ചൗധരി ഗഫൂർ സാഹിബ് തൻ്റെ വിദ്യാഭ്യാസം ചിനിയോട്ടിലും റബുവയിലും പൂർത്തിയാക്കി. പിന്നീട് കറാച്ചിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. 1993-ൽ വിരമിച്ച ശേഷം അദ്ദേഹം തൻ്റെ ജീവിതം ജമാഅത്തിനായി വഖഫ് ചെയ്തു, സമർപ്പിച്ചു. യുഗാണ്ടയിലെ ഒരു പ്രൊജക്റ്റിൽ 2 വർഷം സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അദ്ദേഹം അഹമ്മദിയത്തിൻ്റെ ഒരു ധീരപുത്രനായിരുന്നു. സൃഷ്ടി സേവനത്തിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു. വിവേചനമില്ലാതെ എല്ലാവരുടെയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അദ്ദേഹം ശ്രമിച്ചു. സാമ്പത്തിക ത്യാഗങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. ഇലാക്ക കായിദ്, പ്രാദേശിക കായിദായിരുന്നു.
അതുപോലെ തന്നെ കൂടാതെ അൻസാറുല്ലായിൽ ശ്രദ്ധേയമായ സേവനങ്ങൾ നൽകിയിരുന്നു. ഹൈദരാബാദിൽ വളരെ കാലം സെക്രട്ടറി ഉമൂർ ആമ എന്ന സ്ഥാനവും വഹിച്ചിരുന്നു. നവാബ് ഷാ ജില്ലയുടെ അമീറായി ഹജറത്ത് ഖലീഫത്തുൽ മസീഹ് റാബി അദ്ദേഹത്തെ നിയമിച്ചിരുന്നു. ഈ ഉത്തരവാദിത്വം അദ്ദേഹം വളരെ കഠിനാധ്വാനത്തോടെ നിർവഹിച്ചു. അദ്ദേഹം ഒരു മൂസിയായിരുന്നു. അദ്ദേഹത്തിന് അനന്തരാവകാശികളായി 3 ആൺമക്കളും 5 പെൺമക്കളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളായ ഹുമേറ സാഹിബ് പറയുന്നു, അദ്ദേഹം സൃഷ്ടി സേവന പ്രവർത്തനങ്ങളെ തൻ്റെ ബാങ്ക് ബാലൻസായി കാണുകയും അള്ളാഹുവിൻ്റെ പ്രീതി നേടാനുള്ള മാർഗമായി വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് സഹായം ലഭിച്ച ധാരാളം അഹമ്മദികളും അനഹമ്മദികളുമുണ്ട്. യാത്രക്കാർക്കും രോഗികൾക്കും അഗതികൾക്കും അദ്ദേഹം സാമ്പത്തിക സഹായം നൽകിയിരുന്നു. കൂടാതെ വലിയ വലിയ തുകകൾ പോലും ഡൊണേറ്റ് ചെയ്തിരുന്നു. ജമാഅത്തിന് വേണ്ടി സാമ്പത്തിക ത്യാഗം ചെയ്യാനുള്ള ഒരു പ്രത്യേക വികാരം അദ്ദേഹത്തിന് എപ്പോഴും അതിജയിച്ചിരുന്നു. ഹജരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മുല്ല ശതവാർഷിക ജൂബിലി ആഘോഷിക്കുന്നതിനായി സാമ്പത്തിക പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം അതിന് ലബ്ബൈക്ക് പറയുകയും അടുത്ത ദിവസം തന്നെ റബോയിലുള്ള തൻ്റെ വീട് വിറ്റ് ആ മുഴുവൻ പണവും ആ പദ്ധതിക്ക് വേണ്ടി നൽകുകയും ചെയ്തു. ഹജരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് 1966 സിന്ധ് സന്ദർശിച്ചപ്പോൾ, ഖിലാഫത്തിൽ വന്നതിന് അവരോധിതനായ ശേഷം സിന്ധ് സന്ദർശനം നടത്തിയപ്പോൾ ഹൈദരാബാദിലെ കോട്ട് അഹമ്മദിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയിരുന്നു. 1981 റബുവിൽ കസറെ ഖിലാഫത്ത് മന്ദിരത്തിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു പ്രൊജക്റ്റിനായി ഗവൺമെൻറ് ആഫ്രിക്കയിലേക്ക് അയക്കാൻ നിൽക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിന് ലഭിച്ച ഒരു മികച്ച അവസരമായിരുന്നു. അദ്ദേഹം ഹജരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങോട്ട് പോകരുത്, അത് ആ ഉദ്യമം ഉപേക്ഷിക്കുക. എൻ്റെ ഇവിടെ കസറെ ഖിലാഫത്ത് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ മേൽക്കൂരയുടെ പണി പുരോഗമിക്കുകയാണ്, അതിൻ്റെ മേൽനോട്ടം നിർവഹിക്കുക. അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം തന്നെ ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന് തൽഫലമായി പ്രതിഫലം നൽകി. അദ്ദേഹത്തിൻ്റെ അവധി പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ അതേ കരാർ തന്നെ സർക്കാർ അദ്ദേഹത്തിന് വീണ്ടും നൽകി. ഇത് ഖിലാഫത്തിന് അനുഗ്രഹം കൊണ്ടാണെന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നു. ഹജരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ്, റാബി എന്നിവരുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമായിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നു. അതുപോലെ ഞാൻ പാകിസ്ഥാനിലുണ്ടായിരുന്നപ്പോൾ എനിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനും താമസിക്കാനും അവസരം ലഭിച്ചു. അദ്ദേഹം വളരെ നല്ല ഒരു അതിഥി സൽക്കാര പ്രിയനായിരുന്നു. ഒരു തവണ എനിക്ക് സിന്ധിൽ രാത്രിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു. അവിടുത്തെ സാഹചര്യം അത്ര നല്ലതായിരുന്നില്ല. മഴയും കൊടുങ്കാറ്റുമുള്ള രാത്രിയായിരുന്നു. റോഡുകളിൽ വെള്ളം നിറഞ്ഞിരുന്നു, വെള്ളക്കെട്ടായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളെ കൂടെ കൊണ്ടുപോകാം. ഞങ്ങൾ രാത്രി തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തി. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് അവിടെ തന്നെ രാത്രി തങ്ങാൻ ആവശ്യപ്പെട്ടു. ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. കാറിൽ കയറി രാത്രിയിൽ തന്നെ തിരിച്ചു പോയി. അദ്ദേഹം വളരെ ധീരനും ധൈര്യശാലിയുമായിരുന്നു. അസീറാനെ രാഹെ മൗല, അതായത് ദൈവമാർഗത്തിൽ തടവിലാക്കപ്പെട്ട അഹമ്മദികൾക്ക് ആയി അദ്ദേഹം നടത്തിയ സേവനങ്ങൾ പ്രശംസനീയമാണ്. അദ്ദേഹം ജയിലിൽ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. മനുഷ്യരെ സേവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വളരെ എടുത്തു പറയേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നു, അദ്ദേഹം തൻ്റെ ബന്ധുക്കളെയും ദരിദ്രരെയും വളരെയധികം സഹായിച്ചിരുന്നു. അദ്ദേഹത്തിന് ഖിലാഫത്ത് വ്യവസ്ഥയോട് ഗാഢമായ സ്നേഹമായിരുന്നു. ഖലീഫയുടെ ഓരോ നിർദ്ദേശത്തിനും അദ്ദേഹം ലബ്ബൈക്ക് പറഞ്ഞ് അത് സ്വീകരിക്കാറുണ്ടായിരുന്നു. ഖിലാഫത്ത് അദ്ദേഹത്തിൻ്റെ ദിവസേനയുള്ള സംഭാഷണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനഹമ്മദികളായ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ നന്മയെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അത് അവരിൽ നല്ല സ്വാധീനം ചെലുത്തിയിരുന്നു. അദ്ദേഹത്തിന് വിശാലമായ സുഹൃത്ത് വലയമുണ്ടായിരുന്നു. കൂടാതെ എല്ലാ സ്ഥലങ്ങളിലും ഒരു അഹമ്മദി എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. സിന്ധിലെ ചില ഗവൺമെൻറ് ഓഫീസർമാരുമായും അതുപോലെ രാഷ്ട്രീയക്കാരുടെ കുടുംബങ്ങളുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അവർക്ക് അദ്ദേഹം പലപ്പോഴും ജമാഅത്ത് അച്ചടിച്ച ഖുർആൻ ഉപഹാരമായി നൽകാറുണ്ടായിരുന്നു. ജമാഅത്തിനെ കുറിച്ച് തുറന്ന നിലയിൽ പരിചയപ്പെടുത്തുകയും സാധിക്കുമെങ്കിൽ അവരെ റബുവിലേക്ക് കൊണ്ടുവരികയും ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, പാപപ്പുറത്ത് നൽകട്ടെ, അദ്ദേഹത്തിന് മേൽ കാരുണ്യം ചൊരിയട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുടർന്നു കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകട്ടെ.
രണ്ടാമത്തെ അനുസ്മരണം ചെക്ക് 275 കർത്താർപൂർ ഫൈസലാബാദിലെ മുഹമ്മദ് അലി സാഹിബിനെ കുറിച്ചുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം 70-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ഒരു മൂസിയായിരുന്നു. അദ്ദേഹത്തിന് 3 ആൺമക്കളും 5 പെൺമക്കളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ലുസാക്കയ സാംബിയയിലെ മിഷണറിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ UK ജൽസ സാലാനയിൽ ഇവിടെ പങ്കെടുക്കുന്നതിന് വന്ന കാരണത്താൽ തൻ്റെ പിതാവിൻ്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മൊബല്ലിഗായ അദ്ദേഹം താഹിർ അഹമ്മദ് സൈഫി സാഹിബ് പറയുന്നു, പിതാവിൻ്റെ കുടുംബത്തിൽ അഹമ്മദിയത്തിൻ്റെ തുടക്കം 2-ാം ഖിലാഫത്തിൻ്റെ ആദ്യ നാളുകളിലായിരുന്നു ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പിതാമഹനായ നുസ്രത് സാഹിബ് ആണ് കുടുംബത്തിലെ ആദ്യ അഹമ്മദി. പരേതൻ നമസ്കാരം, നോമ്പ് ഇത്യാദികളിൽ കൃത്യനിഷ്ഠത പാലിച്ചിരുന്നു. തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. സൽസ്വഭാവിയും ശാന്തപ്രകൃതനും ജനസമ്പർക്കമുള്ളവനും സൃഷ്ടി സേവനങ്ങളിൽ അതീവ തൽപരനും സുസ്മേരവദനും എപ്പോഴും പുഞ്ചിരിക്കുന്ന വ്യക്തിയും കൂടാതെ നല്ല ആത്മാർത്ഥതയുള്ള വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിന് ഖിലാഫത്തിനോട് അളവറ്റ സ്നേഹമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഖലീഫയ്ക്ക് കത്തെഴുതി ദുആക്ക് അഭ്യർത്ഥിച്ചിരുന്നു. ജമാഅത്തിൻ്റെയും മതപരമായ കാര്യങ്ങളിൽ നിശബ്ദമായി പങ്കുചേർന്നിരുന്നു. തൻ്റെ സാമ്പത്തിക നില അനുസരിച്ച് പരമാവധി സാമ്പത്തിക ത്യാഗത്തിലും പങ്കുചേർന്നിരുന്നു. MT ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ TV ഉണ്ടായിരുന്നില്ല. എന്നാൽ ഖലീഫയുടെ ശബ്ദം നേരിട്ട് കേൾക്കാൻ വേണ്ടി MT തുടങ്ങിയ ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ വീട്ടിൽ TV വാങ്ങിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നു, ഖലീഫയുടെ ഒരു നിർദ്ദേശം പോലും എൻ്റെ പിതാവ് വളരെയധികം മുൻപന്തിയിൽ നിന്ന് പങ്കുചേരാതെ വിട്ടുകളഞ്ഞതായി എൻ്റെ ഓർമ്മയിലില്ല. അന്യരോടും അദ്ദേഹം വളരെയധികം വാത്സല്യം കാണിച്ചിരുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിൽ ഒരുപാട് അനഹമ്മദികൾക്ക് അദ്ദേഹം സ്വയം ജോലി നേടിക്കൊടുത്തിരുന്നു. എന്നാൽ ചില അനഹമ്മദികളുടെ സ്വഭാവം പോലെ ചിലർക്ക് അത്ര വിവേകവും ബുദ്ധിയും ഉണ്ടാകില്ല. അവരോട് നന്മ ചെയ്താലും അവർ ആളുകളുടെ വാക്കുകൾ കേട്ട് മാനേജ്മെൻറ്റിനോട് അദ്ദേഹത്തെക്കുറിച്ച് പരാതിപ്പെട്ട് അവസാനം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ മാനേജ്മെൻറ്റിനെ നിർബന്ധിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തെ കാരണങ്ങളാൽ ജോലിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അദ്ദേഹം യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹം തൻ്റെ സങ്കടം ബോധിപ്പിച്ചു. കുറച്ചു കാലത്തിന് ശേഷം ഫാക്ടറി ഉടമ അദ്ദേഹത്തെ വീണ്ടും വിളിക്കുകയും അതേ സ്ഥാനത്ത് തന്നെ അദ്ദേഹത്തെ വീണ്ടും നിയമിക്കുകയും ചെയ്തു. പക്ഷേ തന്നോട് മോശമായി പെരുമാറിയവരോട് പോലും അദ്ദേഹം വളരെ നല്ല രീതിയിലായിരുന്നു പെരുമാറിയത്. അവരുടെ കാര്യങ്ങൾ വീണ്ടും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവം കാരണമായാണ് ഫൈസലാബാദ് പട്ടണത്തിലെ 8 പേർ അവിടെ ബൈഅത്ത് ചെയ്തത്, ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. തബ്ലീഗ് അഥവാ പ്രബോധനത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവമായിരുന്നു അവരെ കൂടുതൽ സ്വാധീനിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, കാരുണ്യം ചൊരിയുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഈ നന്മകൾ തുടർന്ന് പോരാനുള്ള തൗഫീക്ക് നൽകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم
وادعوه يستجب لكم ولذكر الله أكبر